പലപ്പോഴും അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, കാമായിട്ട് എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കൂല. അതായത് നമ്മൾ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, നല്ല ദേഷ്യത്തിൽ പറയുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ എനർജി എടുത്ത് പറയുമ്പോൾ മാത്രം കുട്ടികൾ പറഞ്ഞ അനുസരിക്കുന്ന ഒരു രീതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അമ്മ ഒരു പക്ഷേ അടുക്കളയിലായിരിക്കാം, കുഞ്ഞ് ബെഡ്റൂമിലായിരിക്കാം, ഹാളിലായിരിക്കാം, TV കാണുമായിരിക്കാം, മൊബൈൽ കാണുമായിരിക്കും. അപ്പോൾ അമ്മ 1 പറയും, 2 പറയും, 3 പറയും, ഒരൊറ്റ അലറുമ്പോൾ ഇത് നടക്കും. സാധാരണ ഇതിനെ മാതാപിതാക്കൾ ഈ ഒരു കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിസൊബീഡിയൻസ് ആയിട്ട്, അതായത് പറഞ്ഞാൽ കേൾക്കത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, നിഷേധം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഡിസൊബീഡിയൻസ് അല്ല, ഇതൊരു കണ്ടീഷനിങ് ആണ്. കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ദ ചൈൽഡ് ഇസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദ വേർഡ്, ദ ചൈൽഡ് ഇസ് റെസ്പോണ്ടിങ് ടു ദ ടോൺ. മനസ്സിലായോ? അതായത് കുഞ്ഞിൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടത് അമ്മ ഇത്രയും അധികം എനർജി എടുത്ത് പറയുമ്പോൾ മാത്രമാണ് ആ ഒരു അലാം വരുന്നത്. ടേൺസ് ഇൻ ടു ആക്ഷൻ when they hear the loud voice. അതായത് കുഞ്ഞിവിടെ വേർഡിനോടല്ല പകരം ടോണിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ആക്ഷൻ അത്രയധികം അലാമിങ് ആകുമ്പം മാത്രം ഞാനതനുസരിച്ചാൽ മതി എന്നുള്ളതിലാണ് ആ പ്രോസസ്സ് ചെയ്തേക്കുന്നത് കുട്ടിയുടെ ഉള്ളിൽ. അപ്പം ഇത് 1-2 ദിവസം കൊണ്ടല്ല, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ആ ഒരു ലാസ്റ്റ് അലറുന്ന ശബ്ദത്തിന് വേണ്ടി ആയിരിക്കാം കുഞ്ഞിൻ്റെ മൈൻഡ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല. അപ്പോൾ ഇതിലൂടെ നമുക്കെന്താ പ്രശ്നം എന്ന് വെച്ചാൽ വി ഫീൽ എക്സോസ്റ്റഡ്, വി ഫീൽ ലെഫ്റ്റ് ഔട്ട്. ഞാൻ പറയണത് ഒരൊറ്റ മനുഷ്യർ ഇവിടെ കേൾക്കുന്നില്ല എന്നുള്ളൊരു ഫീലിലേക്കാണ് അമ്മമാർ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് കണക്ട് ബിഫോർ യു ഡയറക്റ്റ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെളിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഈ അലറുന്നത്, നിന്നോടല്ലേ പറഞ്ഞ് അതെടുത്തോണ്ട് വരും, അതെടുത്തോണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് ഇപ്പോൾ അപ്പു എന്നാന്നിരിക്കട്ടെ, അപ്പു ഞാൻ നിന്നോട് പറഞ്ഞു അത് ചെയ്യാൻ, വീണ്ടും പറയും അപ്പു 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഫസ്റ്റ് ഫോം ദ കണക്ഷൻ. എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയുടെ മുമ്പിൽ പോയി കുഞ്ഞിൻ്റെ നേരെ ലെവലിൽ നിന്നിട്ട് കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. കോൾ ഹിസ് നെയിം 2 or 3 times ആൻഡ് ലുക്ക് ഇൻ ടു ഹിസ് ഓർ ഹെർ ഐസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാടൊരു അലർച്ചയില്ലേ അതിലേക്ക് പോവാണ്ട് കാമായി എന്ന ഫേമായി സംസാരിക്കാൻ പറ്റും. കാമായി ഫേമായി സംസാരിക്കുക. നമ്മൾ പറയുന്നത് വ്യക്തമായി പറയുക, പക്ഷെ ഒരുപാട് കയറി അലറണ്ട, നമ്മുടെ എനർജി കളയണ്ട. മനസ്സിലായോ? ഇതുകൊണ്ട് വരാവുന്ന നാച്ചുറൽ കോസസ് അവരുടെ കണ്ണി നോക്കി കാമായി പറയും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നീ ഇപ്പോൾ മൊബൈൽ കാണുവാണെങ്കിൽ നിനക്ക് പ്രശ്നം വരും, അല്ലെങ്കിൽ നിനക്ക് കണ്ണുവേദന വരും, നീയാണ് ഇവിടെ അനുഭവിക്കുന്നത്, നോട്ടാസ്. മനസ്സിലായി? ഇപ്പോൾ കൊച്ചിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇവർ ഇതൊക്കെ പറഞ്ഞു കേട്ടാലും നമ്മൾ ഈ പറയുന്നതെല്ലാം പാടേ ഇവരുടെ മൈൻഡിലോട്ടങ്ങ് കയറണം, ഇവരനുസരിക്കണം എന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഓവർ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അച്ഛന്മാർ ഒരൊറ്റ തവണ പറയുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയും, നമ്മളൊരു 1000 തവണ പറഞ്ഞാലും അതങ്ങനെ തന്നെ. ഇതിൻ്റെ കാര്യം ഇതാണ്, ബിക്കോസ് ദേ ആർ യൂസ് ടു ആർ ഷൗട്ടിങ്, ദേ ആർ യൂസ് ടു ദ വേ വി ആർ. നമ്മുടെ ആ ഒരു ഇറിറ്റേറ്റിംഗ് നേച്ചർ എന്നുള്ളതാണ് അവരുടെ മൈൻഡിൽ ഫെഡ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം മാറാനായിട്ടാണ് ഫസ്റ്റ് ഫോം എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദം. നമ്പർ 2, കോൺസിക്വൻസ് അവരുടെ കണ്ണിൽ നോക്കി പതിയെ നാച്ചുറൽ ആയിട്ടുള്ള കോൺസിക്വൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് 1-2 ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കോൺസിക്വൻസസ് പറഞ്ഞ് മനസ്സിലാക്കി അവരോടുള്ളൊരു ബോണ്ട് വെച്ചാൽ മാത്രമേ ഈ ഒരു അലർച്ച എന്നുള്ളൊരു ഫേസിൽ നിന്ന് മാറി ഒരു കാം അതോറിറ്റി എന്നുള്ളൊരു ഫേസിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ട്രൈ ഇറ്റ് ഔട്ട്.